ശ്രീമദ് ഭാഗവതം ക്ലാസ് 169. നമ്മളിന്ന് സ്കന്ധം 8 15-ാമത്തെ അധ്യായമായിട്ട് മഹാബലിയുടെ സ്വർഗ വിജയമാണ് പറയാൻ പോകുന്നത്. അപ്പം മഹാബലി ദേവാസുര യുദ്ധത്തിലും മഹാബലിയിലും തോറ്റു. പാലാഴി കടഞ്ഞപ്പോൾ അമൃതെല്ലാം ദേവന്മാർക്ക് കിട്ടി. അപ്പം ദേവന്മാർക്ക് ഇനി മരണമില്ല. അപ്പം പിന്നെ ഈ മഹാബലി ഇനി എങ്ങനെ? അപ്പം അസുരന്മാരില്ലാതായി. അപ്പോൾ സൃഷ്ടി പിന്നെ അങ്ങനെ സുഖമായിട്ട് ദേവന്മാർക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ദേവന്മാർ. അപ്പോൾ അസുരന്മാരില്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ദേവന്മാരോട് ഏറ്റുമുട്ടാൻ കഴിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും സുഖമായിട്ട് റിയാക്ഷൻ ഇല്ല. ആക്ഷൻ ഉണ്ട്, റിയാക്ഷൻ ഇല്ല. ന്യൂട്ടൻ്റെ തേർഡ് ലോ തെറ്റിപ്പോകും. അതുപോലെ മഹാബലി തിരിച്ചു വന്നല്ലേ പറ്റൂ. അപ്പോൾ ചിലപ്പോഴെല്ലാം വിജയിക്കുകയും വേണം. വിജയിച്ചാലല്ലേ പിന്നെ അതിനെ മറികടന്നിട്ട് ദേവന്മാർക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റേജിൽ പോകുക എന്ന് പറഞ്ഞാൽ അസുരന്മാരെ തോൽപ്പിച്ചിട്ട് പോകണം. അപ്പം പിന്നെ അവിടെ ഒരു യുദ്ധം വേണം. യുദ്ധം ഉണ്ടെങ്കിൽ അസുരന്മാരെ തോൽപ്പിച്ചിട്ട് അപ്പുറം പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ യുദ്ധം ഉണ്ടാണെങ്കിൽ അസുരന്മാരെ സ്ട്രോങ് ആയേ പറ്റൂ. അപ്പോൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ശുക്രാചാര്യർക്കൊരു മൃതസഞ്ജീവനുണ്ട്, വിദ്യ അറിയാം. അതുകൊണ്ട് മരിച്ചവരെല്ലാം പിന്നെ മഹാബലിനെയെല്ലാം ജനിപ്പിക്കാമല്ലോ. ആര് മരിച്ചാലും ജനിപ്പിക്കാം. പക്ഷെ ജനിച്ചത് കൊണ്ടായില്ലല്ലോ. മറ്റവന്മാർ ഭയങ്കര സ്ട്രോങ് ആയി എന്നല്ലേ വരുന്നത്, അമൃത് കുടിച്ചുകൊണ്ട്. അപ്പൊ അവരെ തോൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം. പിന്നെയും വരേണ്ട ആവശ്യം വരുന്നു. അപ്പോഴാണ് കഥയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് വരുത്തിയത്. മഹാബലിക്ക് ബലം വീണ്ടും കിട്ടുകയാണ്. എങ്ങനെയെന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു അമൃത് കിട്ടിയ അവന്മാർ ദേവന്മാരെല്ലാം ഇനി ആരും അവരെ കീഴടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അസുരന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെയൊന്നുമല്ല. ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറഞ്ഞത്. എപ്പം അതിനെ തോപ്പിച്ചിട്ടാണ് കാര്യം നേടുക. പക്ഷെ എന്നാലും എപ്പോഴും ഇവരെ തുല്യരായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് മഹാബലിൻ്റെ ശക്തി ഇല്ലാതാകുന്നില്ല. ഇന്ദ്രൻ തോപ്പിച്ചെന്ന് വെച്ചിട്ട് ഇല്ലാതാകുന്നില്ല. സാഹചര്യം വരുമ്പോൾ മഹാബലി ശക്തിയായി തീരും. സാഹചര്യം മോശമാകുമ്പോൾ മഹാബലി കീഴോട്ട് പോവും, ദേവന്മാർ മുന്നോട്ടേക്ക് പോകും. അപ്പം അത് കാലവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഉള്ളത്. അപ്പം കാലം ആർക്ക് അനുകൂലമാകുന്നു ആ സമയത്ത് ഇവർ മറ്റവരെ മറികടക്കും. കാരണം മൃത്യുഞ്ജയ മന്ത്രം അമൃത് കുടിച്ചുകൊണ്ട് മരണമില്ല എന്നേ വെച്ചിട്ടുള്ളൂ. മരണമില്ലാത്തത് കൊണ്ട് ജയിക്കണമെന്നില്ല. ഉദാഹരണമായിട്ട് എനിക്കിപ്പോൾ മരണമില്ല എന്ന് വെച്ചോളൂ. ഞാൻ പോയിട്ട് ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ഗുസ്തി പിടിച്ചു കഴിഞ്ഞാൽ എന്തിരിക്കും? എൻ്റെ ശരീരം മുഴുവൻ കീറി അവസാനം തളർന്ന് അവിടെ വീഴും. ചാവില്ല, ചാകാതെ അവിടെ കിടക്കും. മരണമില്ല എന്നേ പറഞ്ഞിട്ടില്ല. അല്ലാതെ ശക്തി അതുകൊണ്ട് മരണമില്ല എന്ന് വെച്ചുകൊണ്ട് ജയം ഉണ്ടാകണമെന്നൊന്നുമില്ല. എനിക്ക് മരണമില്ല എന്ന് വെച്ചിട്ട് ഞാൻ വലിയൊരു ഗുസ്തിക്കാരൻ്റെ മുമ്പ് പോയിട്ട് ഗുസ്തി പിടിക്കാൻ നോക്കിയാൽ എന്താ അവൻ അടിച്ചാടെ താഴ്ത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ ആദ്യം മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് സുഖത്തിലേക്ക് കഥയിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ 1:2 രാജാവ് ചോദിക്കുകയാണ്, സകലലോകനാഥനായ വിഷ്ണു എന്ത് കാരണത്താൽ ദരിദ്രനെ പോലെ മഹാബലിയുടെ അടുക്കൽ ചെന്ന് 3 അടി വണ്ടി യാചിച്ചു? അതൊരു ചോദ്യമാണ്. ഈ എല്ലാം തികഞ്ഞ വിഷ്ണു എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് 3 അടി മണ്ണ് യാചിച്ചത്? അങ്ങനെ കാര്യം നേടി കൊടുത്ത് ദാനം ചോദിച്ചപ്പോൾ കൊടുത്തു.
പിന്നെ എന്തിനാണ് ബന്ധിച്ചത്? അതും ഒരു വലിയ സംശയമാണ്. കൊടുത്തെങ്കിൽ പിന്നെ ബന്ധിക്കുന്ന എന്തിനാണ്? നിരപരാധിയായ മഹാബലിയെ എന്ത് കാരണത്താൽ ബന്ധിച്ചു? എന്തിനാണ് പിന്നെ ബന്ധിച്ചത്? ഈ രണ്ട് കാര്യങ്ങളിലൊന്ന് സംശയ നിവൃത്തി വരുത്തി തരണമെന്ന് പറഞ്ഞപ്പോൾ മൂന്നില് ശ്രീ മുത പറയുകയാണ്, ശ്രീ ബലിചക്രവർത്തി ദേവേന്ദ്രനാൽ തോൽക്കപ്പെട്ട ജീവൻ ത്യജിച്ചെങ്കിലും, ദേവേന്ദ്രൻ അതിന് മുമ്പിൽ ദേവാസുര യുദ്ധത്തിൽ കഴിഞ്ഞ കാര്യം പറയുകയാണ്, ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും ശുക്രാചാര്യൻ ജീവിപ്പിച്ചു. ഭൃഗുവംശജനായ ശുക്രാചാര്യരെ ആശ്രയിച്ചു കഴിഞ്ഞു. അപ്പം ഭൃഗുവംശജനാണ് ശുക്രാചാര്യർ. ശുക്രാചാര്യാണ് ഇവരുടെ ഗുരു. ആ ഗുരുവിനെ ആശ്രയിച്ചിട്ട് കഴിഞ്ഞു. 4. ഭൃഗുവംശക്കാരും മഹിമാശാലികളുമായ ബ്രാഹ്മണരും. അവരും ബുദ്ധിയുള്ളവരാണ്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ വേദപരിജ്ഞാനമുള്ളവരാണ്. അല്ലാതെ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതിയായിട്ടൊന്നും എടുക്കരുത്. ബുദ്ധി ആർക്കുണ്ടോ അതെല്ലാം ബ്രാഹ്മണരാണ്. വേദങ്ങൾ പഠിച്ചവർ ബ്രാഹ്മണരാണ്. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച രഹസ്യം, ശാസ്ത്രജ്ഞാനം, പ്രപഞ്ചത്തിൻ്റെ പിന്നിലെ എല്ലാ ജ്ഞാനവും അറിയുന്നവർ ബ്രാഹ്മണരാണ്. അപ്പോൾ അവർക്ക് സംപ്രീതനായിട്ട് ഇദ്ദേഹത്തിന് സ്വർഗലോകത്തെ ജയിക്കുവാൻ ആഗ്രഹിക്കുന്ന മഹാബലിക്ക് വേണ്ടിയിട്ട് മഹാഭിഷേകം എന്ന വിധിപ്രകാരം അഭിഷേകം ചെയ്യിച്ച് വിശ്വജിത്ത് എന്ന യാഗത്തിൽ യജിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമാന്മാരായ അദ്ദേഹത്തെ അവർ എന്ത് ചെയ്തു? ശാസ്ത്രവിധിപ്രകാരം അദ്ദേഹത്തെ യജിപ്പിച്ചു. എങ്ങനെ? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? 5-6 ഹവിസ്സുകൾ അർപ്പിച്ചപ്പോൾ അഗ്നിയിൽ നിന്നും തങ്കത്തകിടുകൾ വരിഞ്ഞു കെട്ടിയ തേരും ഇന്ദ്രന്റെ കുതിരകളെപ്പോലെ പച്ച നിറമുള്ള കുതിരകളും സിംഹം കൊടി കാട്ടിയ ധ്വജവും, കൊടി കെട്ടിയ സിംഹത്തിൻ്റെ അടയാളത്തോടുകൂടി പൊന്നുപൂശിയ വില്ലും അമ്പൊഴിയാത്ത ആവനാഴിയും മഹാബലിക്ക് കിട്ടി. വിശിഷ്ടമായ മാർച്ചട്ടയും അണിയാനുള്ള ആയുധങ്ങളെല്ലാം കിട്ടി. മുത്തച്ഛനായ പ്രഹ്ലാദൻ മഹാബലിക്ക് വാടാമലരുകൾ കൊണ്ടുള്ള മാലയും ശുക്രമഹർഷി ശംഖും കൊടുത്തു. അപ്പോഴേ ജ്ഞാനത്തിൻ്റെ സഹായത്താൽ ശുക്രാചാര്യരാണ് എന്ത് ചെയ്തത്? എല്ലാ നല്ല തേരും ആയുധങ്ങളെല്ലാം കൊടുത്തിട്ട് സജ്ജമാക്കി. അപ്പോൾ ഒരു യുദ്ധം ജയിക്കുക എന്ന് പറയുന്നതിന് മഹാബലിയുടെ ശക്തി മാത്രമല്ല, അദ്ദേഹത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഉണ്ടാക്കിക്കൊടുത്തു. അതെല്ലാം കൂടിയപ്പോൾ അദ്ദേഹം എന്തായി? ഇന്ദ്രനെ കവച്ചു വെക്കുന്ന, ഇപ്പം ന്യൂക്ലിയർ ബോംബ് കൈകൊണ്ടെങ്കിൽ ഇന്ദ്രനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്ദ്രനെ ഇല്ലെങ്കിൽ. അപ്പോൾ ആയുധങ്ങളും എല്ലാം പ്രധാനം. അങ്ങനെയുള്ള ശുക്രാചാര്യരുടെ ആ വേദജ്ഞാനത്തിൻ്റെ സഹായത്താലാണ് ഈ മഹാബലിയെ ശക്തിമാനാക്കി എന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ മഹാബലിയുടെ അടുത്തുനിന്ന് 3 അടി ഭൂമി യാചിക്കേണ്ട കഥയിലേക്കാണ് പോകുന്നത്. 3 അടി ഭൂമി യാചിച്ചിട്ടാണ് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നതെന്നെല്ലാം പറയുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടത് ഏതവതാരമാണ്? നരസിംഹാവതാരം. ഭൂമിയെ സൂര്യന് ചുറ്റും കറക്കി. കറക്കുമ്പോൾ ഭൂമിയിലുള്ള സാധനങ്ങളെല്ലാം തെറിച്ചു പോകും. അത് തെറിച്ചാൽ ഇത് പോകാതിരിക്കാൻ എങ്ങനെ പോകാതെ പിടിച്ചു വരുന്നു? അല്ലെങ്കിൽ ഭൂമി മുഴുവൻ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഒരു ബസ്സിൽ മോള് സാധനമൊന്നും കെട്ടാതെ എല്ലാം ആൾക്കാരും എല്ലാം കയറി നിന്നിട്ട് ബസ് പെട്ടെന്നങ്ങ് എടുത്താൽ എന്തായിരിക്കും? എല്ലാം തെറിച്ചു പോകും. അതുപോലെ ഭൂമി ശക്തിയിൽ സൂര്യന് ചുറ്റുമ്പോൾ
ഭൂമിയിലെ പാറകളൊന്നും നട്ടും പൊട്ടിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടില്ല, എല്ലാം അങ്ങ് തെറിച്ചു പോകും. എല്ലാം കൂട്ടിയിടിച്ച് അവിടെ അഗ്നിയും എല്ലാം ആയിരിക്കും. ആ ഭയാനകമായ അവസ്ഥയെ വിഷ്ണു ഏതോ ഒരു ശക്തി രൂപത്തിൽ, മനുഷ്യനുമല്ല മൃഗവുമല്ല, രണ്ടും ചേർന്ന ഒരവസരത്തിൽ ഒരു രൂപത്തിൽ വന്നിട്ടാണ് രക്ഷിച്ചത് എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പം പ്രപഞ്ച സൃഷ്ടി എവിടെ എത്തി? ഭൂമി സൂര്യന് ചുറ്റും ചുറ്റാൻ തുടങ്ങി. ആ ചുറ്റുന്നത് വട്ടത്തിലാണ് ചുറ്റുന്നത്. അപ്പം വട്ടത്തിൽ ചുറ്റുമ്പോൾ ശാസ്ത്രം ആദ്യം വട്ടത്തിൽ ചുറ്റുന്ന മാതിരി തന്നെയാണ് പറഞ്ഞിരുന്നത്. അവിടെ ആറ്റത്തിൻ്റെ കാര്യത്തിൽ ആറ്റത്തിൻ പോലെ തന്നെയാണ് സൗരയൂഥ സിസ്റ്റം എല്ലാം അവർ മനസ്സിലാക്കി ചിന്തിച്ചിരുന്നത്. അങ്ങനെ ആറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മോഡല് കെമിസ്ട്രിയിൽ ആദ്യമായി സംഭാവന ചെയ്തത് നീൽ ബോറാണ്. അതുകൊണ്ടാണ് ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ നടുവിൽ ന്യൂക്ലിയസും അതിന് ചുറ്റും ശുദ്ധമായ വട്ടത്തിൽ ഇലക്ട്രോൺ കറങ്ങുകയാണ്. അപ്പം അതേപോലെ തന്നെയാണ് സൗരയൂഥ സിസ്റ്റത്തിൽ സൂര്യന് ചുറ്റും ഭൂമി തുല്യ വട്ടത്തിൽ കറങ്ങുകയാണ് എന്നായിരുന്നു ആദ്യത്തെ സങ്കല്പം. ആ ബോറിൻ്റെ കാലഘട്ടത്തിൽ ബോർ വലിയ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് ആറ്റത്തിന് അത്തരം ഒരു സംഭാവന കൊടുത്തത്. പക്ഷേ അതിലൊരു ചെറിയ മാറ്റം പിന്നെ വേണ്ടി വന്നു. കാരണം അത് ശാസ്ത്രം പിന്നെയും ഗവേഷണം നടത്തിയപ്പോൾ ഫൈൻ സ്പെക്ട്രം എന്നെല്ലാം പറയുന്ന ചിലത് കണ്ടുപിടിച്ചപ്പോൾ അതിനെ വ്യാഖ്യാനിക്കാൻ ഈ വട്ടത്തിൽ ചുറ്റുന്നത് കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് പിന്നെ അതിനെന്ത് ചെയ്തു? മാറ്റിയിട്ട് എലിപ്റ്റിക്കൽ ഓർബിറ്റാക്കി. അപ്പോൾ വട്ടത്തിൽ ചുറ്റിക്കഴിഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടാകുന്നില്ല. ഭൂമി സൂര്യന് ചുറ്റും ശുദ്ധമായ വട്ടത്തിൽ കറങ്ങിക്കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലുള്ള അകലം എപ്പോഴും ഒന്നായിരിക്കും. അതുകൊണ്ട് സീസൺസ് ഒന്നും ഉണ്ടാവില്ല, ഉഷ്ണകാലം തണുപ്പുകാലം ഒന്നും ഉണ്ടാവില്ല. എപ്പോൾ ഒരുമാതിരിയായിരിക്കും, എപ്പോൾ ഒരു സോഷ്യലിസം, എപ്പോൾ ആര് ജനിച്ചാലും ഒരേപോലെ ഇരിക്കും. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ പക്ഷേയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ജീവജാലങ്ങൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ ആ അവസ്ഥ പ്രപഞ്ച സൃഷ്ടിക്ക് തടസ്സമായതുകൊണ്ട് ആ ഒരു അവസ്ഥയുടെ അവകാശം അസുരന്മാരെ തലയിൽ വെച്ചു കൊടുക്കാം. കാരണം അസുരന്മാരാണ് വട്ടത്തിൽ ചുറ്റിച്ചിട്ട്, എന്നാൽ പിന്നെ വട്ടത്തിൽ ചുറ്റിയാൽ മതി, എന്നാൽ പിന്നെ എങ്ങനെ ഭൂമിയെ മനുഷ്യരുണ്ടാവുമോ എന്ന് നോക്കാമല്ലോ. അപ്പോൾ അത് സൃഷ്ടിക്കെതിരാണ്. പിന്നെ സൃഷ്ടി മുന്നോട്ടേക്ക് പോകണ്ടെങ്കിൽ അത് വട്ടത്തിൽ ചുറ്റുന്നതിന് പകരം എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റണം. അപ്പോൾ അസുരന്മാരുടെ ലക്ഷ്യം എന്താണ്? പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പാരമൊക്കൽ. എന്നാൽ പിന്നെ വട്ടത്തിൽ ചുറ്റിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ചു വെക്കും. ഇവർ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം ഏതൊരു സിസ്റ്റത്തിനും അങ്ങനെ തന്നെ തുടരാനാണ് താല്പര്യം. വട്ടത്തിൽ ചുറ്റിയാണെങ്കിൽ ഞാനെപ്പോഴും വട്ടത്തിൽ ചുറ്റിക്കൊള്ളുക, എന്നെക്കൊണ്ട് ഇനി എലിപ്റ്റിക്കലൊന്നും ചുറ്റാൻ പറ്റില്ല എന്നുള്ള ഈ വട്ടത്തിൽ തന്നെ ചുറ്റുന്നതാണ് ആറ്റത്തിന് ഇഷ്ടം. പക്ഷേ വേറൊരു ശക്തി വന്ന് അങ്ങനെ നീ വട്ടത്തിൽ ചുറ്റണ്ട, നീ ഇങ്ങനെ എലിപ്റ്റിക്കലായിട്ട് ചുറ്റിയാൽ മതി. ഭൂമി ഇങ്ങനെ സൂര്യന് ചുറ്റും തുല്യ അകലത്തിൽ ചുറ്റണ്ട, ഇങ്ങനെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ചവിട്ടി പരത്തി കൊടുത്തു, എലിപ്റ്റിക്കലാക്കി. ഇപ്പോൾ ഒരു വട്ടമുള്ള വള ചവിട്ടിയാൽ എലിപ്റ്റിക്കലാവും. കാലിൻ്റെ പാദത്തിൻ്റെ മാതിരിയാവും. കാലിൻ്റെ പാദം പറഞ്ഞാൽ ഇവിടെ ഒരു വട്ടമുണ്ട്, ഇവിടെ ഒരു വട്ടമുണ്ട്, നടുവിലൊരു സ്പേസ് ഉണ്ട്. രണ്ട് വട്ടങ്ങൾ കൂടിയതാണ് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അപ്പോൾ അവിടെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. വട്ടത്തിൽ നിന്ന് ചുറ്റുന്നതിനെ ചവിട്ടിപ്പരത്തി എലിപ്റ്റിക്കലാക്കണം. അപ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ശക്തി വേണം, അത് അസുരന്മാരാണല്ലോ. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട അസുരന്മാരുടെ എല്ലാം ദേവാസുര യുദ്ധത്തിലെല്ലാം മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് മഹാബലിനെ പിടിച്ചവിടെ കൊണ്ടിരുത്തുകയാണ്. മഹാബലിയാണ്
വട്ടത്തിൽ ചുറ്റിയിട്ട് സോഷ്യലിസം നടപ്പാക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നത്. മഹാബലി ഇലക്ട്രോണെല്ലാം വട്ടത്തിൽ ചുറ്റിയിട്ട് എല്ലാവരും ഒരുപോലെ ആയാൽ മതി. ഭൂമിക്ക് സൂര്യന് ചുറ്റും ഭൂമി ഒരേ വട്ടത്തിലാണ് ചുറ്റിയിരിക്കുന്നത്. ജനിക്കുന്ന കുട്ടികളെല്ലാം എന്തായിരിക്കും? ഒരേപോലെ ഇരിക്കും. എല്ലാവർക്കും സോഷ്യലിസം, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം മഹാബലി സോഷ്യലിസത്തിൻ്റെ ആളാണ്. അതുകൊണ്ട് വട്ടത്തിൽ ചുറ്റിയാൽ മതി. ഇങ്ങനെ ദീർഘവട്ടത്തിൽ ചുറ്റുമ്പോഴാണ് ചിലപ്പം ഉയർന്ന സ്ഥാന ബലം കൂടും, ചിലപ്പം കുറയും. ഇതിനനുസരിച്ചാണ് മനുഷ്യർ ഉന്നതിയും താഴ്ചയെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ വേണ്ട, ഒരൊറ്റ മതി, സോഷ്യലിസം മതി എന്ന പിടിവാശിയുള്ളതിൽ തരത്തിൽ മഹാബലിയെ ചിത്രീകരിച്ചു. അപ്പം മഹാബലിയെ പൊന്തിച്ചു കൊണ്ടുവരണം. അപ്പോൾ ആരാണ് ഈ വട്ടത്തിൽ ചുറ്റുന്ന സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന? നീൽ ബോർ. നീൽ ബോർ എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണൻ തന്നെയാണ്. വട്ടത്തിൽ ചുറ്റുന്ന ആറ്റത്തിൻ്റെ ഘടന ആദ്യമായി സജസ്റ്റ് ചെയ്തത് ബോർ തന്നെയാണ്. അതുകൊണ്ട് ബോർ തന്നെയാണ് ശുക്രാചാര്യർ എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം, അല്ലെങ്കിൽ മഹാബലി എന്ന് പറയാം. മഹാബലി വട്ടത്തിൽ ചുറ്റിയാൽ മതി. എന്നാൽ പിന്നെ നീ എങ്ങനെയാണ് ഇനി സൃഷ്ടി മുന്നോട്ടേക്ക് മനുഷ്യരെല്ലാം സൃഷ്ടിക്കുക എന്നറിയണമല്ലോ എന്ന നിലയിൽ മഹാബലിയെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. അതാണ് പറഞ്ഞ ഭൃഗുവംശജർ, പണ്ഡിതന്മാരായ ആൾക്കാരെല്ലാം എന്തു ചെയ്തു? ഇദ്ദേഹത്തിന് നല്ല ശക്തി ഉണ്ടാക്കിയിട്ട് കൊടുത്തു മഹാബലി. ഇനി മഹാബലി ലോകം കീഴടക്കി ഇപ്പം പോവുകയാണ്. എന്നിട്ട് എങ്ങനത്തെ ഭരണമാണ്? സോഷ്യലിസം. എല്ലാവരും തുല്യ. അതായത് അപ്പോഴത്തെ ലോകത്തിൽ ആ ഒരു സ്റ്റേജിൽ ഗോളങ്ങളെല്ലാം നടുവിലുള്ളതിന് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ശുദ്ധമായ വട്ടത്തിലാണ്. ആറ്റത്തിൽ ഇലക്ട്രോണുകളെല്ലാം ശുദ്ധമായ വട്ടത്തിലാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ മോഡലിനെയാണ് നീൽ ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് പോകില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ അതിനെ മാറ്റം വരുത്തിയിട്ട് അവിടെയും തർക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അവസാനം വട്ടത്തിലല്ല എന്ന് പറഞ്ഞ് ദീർഘത്തിലാക്കി. അപ്പോൾ അവിടെയും വട്ടത്തിലോടുന്നതിനെ ദീർഘത്തിലാക്കാൻ ഒരു ഏറ്റുമുട്ടൽ വേണ്ടി വരും. ആദ്യം ഇലക്ട്രോൺ ചുറ്റിയിരുന്നത് വട്ടത്തിൽ തന്നെയാണ്. പക്ഷേ അവിടെ ആ അവസ്ഥയിൽ നിന്നും മാറ്റിയിട്ട് ദീർഘത്തിലാക്കാൻ, അപ്പോൾ അവിടെ എതിർക്കുന്ന ശക്തി വിശേഷമാണ് മഹാബലി. അപ്പോൾ മഹാബലി ആദ്യം ശക്തനായിട്ട് വന്നിട്ട് 3 ലോകങ്ങളും ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ആക്കുകയാണ് ഈ കഥയിലൂടെ ചെയ്യുന്നത്. 8-9 പിന്നീട് ആ രഥത്തിൽ കയറി മഹാബലി പൂമാലയെല്ലാം ഇട്ട് വില്ലുമെല്ലാം കുലച്ചിട്ട് സ്വർണത്തോട് വളകളോടും മറ്റും ഇരുന്നപ്പോൾ ഹേമകുണ്ടത്തിലെ അഗ്നി പോലെ ശോഭിച്ചു എന്ന് പറയുകയാണ്. അത് കാണാൻ നല്ല അത്രയും തേജസ്സായിരുന്നു മഹാബലി. 10-11 മഹാബലി പിന്നെ ദിഗന്ധങ്ങളെ ചുട്ടരിക്കുന്നവരും അവരവരുടേതായ സേനകളോട് കൂടിയവരുമായ മറ്റു അസുര സംഘത്തലവന്മാരോടുകൂടി മണ്ണിനെയും വിണ്ണിനെയും കിടിലം കൊള്ളിച്ചുകൊണ്ട് ഇന്ദ്രപുരി ലക്ഷ്യമാക്കിയിട്ട് നീങ്ങി. അതായത് ഇന്ദ്രപുരി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നേതൃത്വം ഏറ്റെടുക്കുന്ന അവസരത്തിലേക്ക് നീങ്ങി. അപ്പോൾ ഇനി ഇന്ദ്രപുരിയുടെ വർണ്ണന പറയുകയാണ്. ഇന്ദ്രപുരി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ വർണ്ണന. വർണ്ണന എന്ന് പറയുമ്പോൾ കഥയിൽ അങ്ങനെയെല്ലാം വർണ്ണിക്കണമല്ലോ, എങ്കിലല്ലേ ഇന്ദ്രന്റെ കൊട്ടാരി ശ്രീ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. കളകൂചനം അതെല്ലാം വിട്ടുകൊണ്ടാണ് പറയുന്നത്. പൊഴിക്കുന്ന ഇണപ്പറവകള്, മൂളിപ്പാട്ട് പാടുന്ന മത്തു പിടിച്ച ഭ്രമരങ്ങള്, പൂത്തുലഞ്ഞ മരങ്ങളോടുകൂടിയ കൽപ്പവൃക്ഷങ്ങളാൽ സമൃദ്ധമായ വൃന്ദാവനം. വൃന്ദാവനത്തിൻ്റെ ഇന്ദ്രനിരിക്കുന്ന കൊട്ടാരത്തിൻ്റെ വർണ്ണനയായിട്ട് കണ്ടാൽ മതി. 13 ദേവതകളാൽ പരിരാളിതമായ അപ്സരസ്ത്രീകൾ വിഹരിക്കുന്ന, അപ്സരസ്ത്രീകളെല്ലാം ഉണ്ട്, ദേവന്മാരുണ്ട്. നമ്മളിവിടെ ദേവന്മാരെ ഒന്നും മനുഷ്യരായിട്ട് കാണരുത്, അതെല്ലാം പ്രേരക ബലങ്ങളാണ്.
ഈ ബലങ്ങളെയാണ് നമ്മൾ ദേവന്മാരെന്നും അപ്സരസ്സുകൾ എന്നും യക്ഷി പിശാചുകൾ എന്നെല്ലാം പറയുന്നത് മനുഷ്യനെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ചില പ്രേരക ബലങ്ങളാണ്. അപ്പോൾ അപ്സരശ്രീകൾ, ദേവന്മാരോടൊത്ത് പരിലാളിതമായിരിക്കുന്നത് അപ്സരശ്രീകൾ, അരയന്നം, വെള്ളിപ്പറവകൾ, ചക്രവാക പക്ഷികൾ, താറാവുകളെല്ലാം കൂടി ഉള്ള താമരപ്പൊയ്ക, ഇതെല്ലാം അതിൻ്റെ വർണ്ണനയാണ്. ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. 14 ജ്യോതിർമയിയായ ആകാശഗംഗയാലും കോട്ടക്കൊത്തങ്ങളാലും തീക്കനൽ പോലെ ഉജ്ജ്വല വർണ്ണങ്ങളോടുകൂടി ആ കോട്ടമതിൽ, വലിയ കോട്ടമതിലുകളെല്ലാം നമ്മൾ മുകളിലേക്ക് പോകുന്തോറും ഉണ്ട്. ഓരോ സൂര്യൻ്റെ എല്ലാം ആകർഷണ പരിധിൻ്റെ അകത്തേക്ക് പെട്ടുപോയാൽ അതിൻ്റെ അകത്ത് പോയങ്ങ് വീഴും. നമ്മൾ ആകർഷണ പരിധിക്ക് പുറത്ത് നിന്നാൽ കുഴപ്പമില്ല. ഇപ്പം ഭൂമിയുടെ ആകർഷണ പരിധിയിൽ നമ്മൾ വീണുപോയാൽ എന്താണ് പറ്റുക? മുകളിൽ നിന്നൊരു സാധനം എടുത്തിട്ട് ഭൂമിയുടെ ആകർഷണ പരിധി കഴിയുന്നിടത്തുനിന്ന് വിട്ട് കഴിഞ്ഞാൽ അത് ശരം കണക്കെ ഭൂമിയിലേക്ക് വരുമ്പോൾ കത്തി എരിഞ്ഞില്ലാതായി പോകും. അതാണ് വാൽനക്ഷത്രങ്ങളെല്ലാം കാണുന്നത്. ഒരു പരിധി വരെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. പക്ഷെ വേറൊരു ഗ്രഹത്തിൻ്റെ പരിധിയിലാറ്റം കടന്നുപോയാൽ അതിൻ്റെ കാറ്റ് അതോടുകൂടി ഇല്ലാതാകും. അപ്പം എല്ലാത്തിനും കോട്ടമതിലുകളുണ്ട്. പൊന്നിൽ പൊതിഞ്ഞ കതകുകളോടും സ്ഫടികമായ നഗരാൽ ദ്വാരങ്ങളുണ്ട്. അതായത് കടന്നു ചെല്ലാനുള്ള വഴികളെല്ലാം ഉണ്ട്. വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട സഭാഭവനങ്ങൾ, ഇതെല്ലാം വിശ്വകർമാവെന്ന എഞ്ചിനീയറാണ് പ്രപഞ്ചത്തിൻ്റെ ഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ക്രീഡാകേന്ദ്രങ്ങളുണ്ട്, അവിടെ ക്രീഡാകേന്ദ്രങ്ങളുണ്ട്, നേർവീതികളുണ്ട്, പോണ്ട വഴിയുണ്ട്, നല്ല വഴിയുണ്ട്, ഓർബിറ്റുണ്ടല്ലോ. ആ ഓർബിറ്റിലൂടെയെല്ലാം ഗ്രഹങ്ങളെല്ലാം നല്ല സുന്ദരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സാറ്റലൈറ്റ് എല്ലാം കൊണ്ടുവിടുന്ന അവിടെ നല്ല റോഡുണ്ട്. ആ റൂട്ടിൽ കൊണ്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഭൂമിക്ക് ചുറ്റിക്കോളൂ. ആ ഓർബിറ്റിൽ കൊണ്ട് വിട്ടു കൊടുത്താൽ മതി. അപ്പം വഴിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സുന്ദരമായ നേർവീതികൾ, കോടിക്കണക്കിന് വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിമാനം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന സാധനമേ അർത്ഥമുള്ളൂ. നമ്മളെ വിമാനത്തിൽ ചിലപ്പോൾ 200, 300, 500, 1000 എത്രയോ ആളെയെല്ലാം കയറ്റാൻ പറ്റുമായിരിക്കും. പക്ഷെ ആകാശത്തിൽ എത്രയോ വിമാനങ്ങൾ ഈ വിശ്വകർമാവ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ഒരു വിമാനത്തിലാണ് സഞ്ചരിച്ചുകൊണ്ട്, ഭൂമി എന്ന വിമാനം എത്ര കോടി ജനങ്ങളെയും വഹിച്ചുകൊണ്ടാണ് വിമാനം പോകുന്നത്. എതിലൂട്ടിയാണ് പോകുന്നതെന്നറിയാം. നമ്മളെ വിമാനമൊന്നും അതിൻ്റെ അടുത്തുകൂട്ട പോകില്ല. സൂര്യന് ചുറ്റും ചുറ്റുകയാണ് ഈ വിമാനം. നമ്മുടെ ഭൂമി എന്ന വിധാനം, ബുധൻ, ശുക്രൻ, ഭൂമി എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ വിമാനങ്ങൾ, പ്രപഞ്ചത്തിലെ എത്രയോ നക്ഷത്രമായാലും കോടിക്കണക്കിന് വിമാനങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലതിൽ ആളെല്ലാം ഉണ്ട്. നമ്മളെ ഭൂമി ഒരു വിമാനം തന്നെയാണ്. എന്താ വിമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആകാശത്തോട്ട് പറക്കണം, അതല്ലേ വിമാനം. ആകാശത്തോട്ട് തന്നെയാണ് ഭൂമി പറക്കുന്നത്. പിന്നെ ഭൂമിയിലേക്ക് നമ്മളെ വിഭാഗത്തിന് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൂടെയാണ് നമ്മളെ ഭൂമി പോകുന്നത്. സൂര്യന് ചുറ്റും. ഈ സൂര്യനാകട്ടെ വേറെ ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണം. നമ്മളെല്ലാം വിവരിച്ചുകൊണ്ടുള്ളൊരു വിമാനമാണ് സൂര്യൻ. അപ്പം വേദം പറയുന്ന വിമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന മാതിരി ചിറക്, വിമാനത്തിന് ഇങ്ങനെ ചിറക് വേണമെന്നൊന്നുമില്ല. വിമാനം എന്ന് പറഞ്ഞാൽ ആകാശത്തിലോട്ട് പറക്കാൻ പറ്റുന്ന സാധനങ്ങൾക്കാണ് വിമാനം എന്ന് പറയുക. കോടിക്കണക്കിന് വിമാനം ആരുണ്ടാക്കിയിട്ടുണ്ട്? വിശ്വകർമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. റോക്കറ്റ് കയറി ചന്ദ്രനിൽ പോയി നാളെ താമസിക്കുകയാണെങ്കിൽ അത് ഒരു വിമാനമാണ്. അത് നമ്മളെയും കൊണ്ട് ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം കോടിക്കണക്കിന് വിമാനങ്ങൾ. നമ്മളിത് നമ്മുടെ മനസ്സിൽ ഒരു ചെറിയൊരു വിമാനം ചിന്തിച്ചിട്ട് വിമാനം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് ധരിച്ചു ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ടന്മാരാണ്. ഇതെല്ലാം ചീള് കേസ്. ഇത് പിള്ളേരുടെ കളിപ്പാട്ടം.
നമ്മളെ വിമാനം ഇപ്പം എയർ ഇന്ത്യൻ്റെ വിമാനതലം വരും വെറും കളിപ്പാട്ടം, കുറച്ചാക്കി കയറി കുറച്ച് ഈ ചുറ്റുവട്ടത്തിൽ കറങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ വിശ്വകർമാവ് എന്ന് പറഞ്ഞാൽ വലിയ വിമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പോക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാളെ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. ഫ്രീ സർവീസുമാണ്, പൈസയും കൊടുക്കണ്ട. നമ്മൾ പ്രപഞ്ചത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അന്തരീക്ഷം എല്ലാം കണ്ടുകൊണ്ട്. സൂര്യനും വലിച്ച് നമ്മളെ കൊണ്ടുവന്ന് ഈ 7 ലോകങ്ങളിലൂട്ടി നമ്മളെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 7 ലോകവും കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ കണ്ണുവിൻ്റെ കാഴ്ചയില്ലാതെ ഇപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം പ്ലെയിനിൽ പോകുമ്പോൾ നമുക്ക് പുറത്തെല്ലാം കാണാൻ പറ്റും. അങ്ങനെ പോകുന്നുണ്ടെന്ന് ചിന്തിക്കാനില്ല പറ്റുള്ളൂ. ഇപ്പം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ സ്ഥലവും നമുക്ക് കാണാൻ പറ്റും, ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പം നമുക്ക് അതിനുള്ള സൗകര്യമില്ല. അതുപോലെ ഇതും പ്രപഞ്ചത്തിൻ്റെ 7 ലോകത്തിലോട്ട് ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി സൂര്യനോടും കൂടി നമുക്ക് കാണാൻ പറ്റുന്നില്ല, അത് നമ്മളെ കുഴപ്പമാണ്. രത്നങ്ങളാൽ അലങ്കാരിതമായ 4 കവലകൾ, എവിടെയല്ലോ അലങ്കൃതമായ 4 കവലകളുണ്ട്. പല ഗ്രഹങ്ങളിലുമെല്ലാം ഇതേമാതിരി പലതുമുണ്ട്, ഭൂമിയിലുള്ളത് മതി. വജ്രങ്ങളാലും പവിഴങ്ങളാലും നിർമ്മിച്ച മണ്ഡപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? കെട്ടി ഉയർത്തിയ മണ്ഡപന്മാരിയുള്ള സാധനങ്ങൾ, പർവ്വതങ്ങൾ, മരവന്മാർ, വജ്രങ്ങളും പവിഴങ്ങളും എല്ലാം സാധനങ്ങൾ അന്തരീക്ഷത്തിൽ എത്രയോ ഗോളങ്ങളിലുണ്ട്. പിന്നെ കഥയിൽ വരുമ്പോൾ പൊടിപ്പും തൊക്കലും വെച്ചിട്ട് മനുഷ്യരൂപം കൊടുത്ത് അവതരിപ്പിക്കുന്ന പോലെ മണ്ഡപങ്ങൾ എന്നല്ലെങ്കിൽ പറയും, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പ്രപഞ്ചത്തിലെല്ലാം നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ എന്തെല്ലാം അത്ഭുതം. ഈ ഭൂമിയിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ചിലതെല്ലാം കാണുമ്പോൾ അന്തം വിട്ടു പോകുന്നുണ്ട്. ചില സ്ഥലത്തിലുള്ള പ്രകൃതിയിലെ ആ ഒരു പ്രത്യേകത. അതുമാതിരി ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് 7 ലോകങ്ങളിലും പോയി നോക്കാൻ പറ്റുമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം ഇവർ കാണുന്നത്. താരുണ്യവതികളായ, ലാവണ്യവതികളായ, മോഹനാംഗികളായ, നിർമ്മല വസ്ത്രം ധരിച്ച, ആഭൂഷണങ്ങൾ അണിഞ്ഞ നാരീമണികളെല്ലാം അവിടെ ഉണ്ടെന്ന് പറയുന്നത്. അത് കവിഭാവനയിൽ പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. കാരണം അവിടെ പോയിട്ട് ഭരിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ പിന്നെ പ്രജകളൊന്നും ഇല്ലാതെ എന്ത് ഭരണമാണ്? ലോകം മുഴുവൻ ഭരിക്കുന്നതെല്ലാം പറഞ്ഞ ജനം വേണ്ടേ? അപ്പം അത് കവി അങ്ങനെ വർണ്ണിക്കുന്നതായിട്ട് പറഞ്ഞാൽ മതി, അല്ലാതെ ചിന്തിച്ചാൽ മതി. അല്ലാതെ അതിനകത്ത് കടന്ന് ചിന്തിക്കണ്ട. എൻ്റെ പാട്ടിൽ പറയാണ് ദേവാംഗനമാരുടെ അല്ല ദേവന്മാരാണെന്ന് പറഞ്ഞത് കൊണ്ട് ബലങ്ങളാണ് എന്ന നിലയിലും ചിന്തിച്ചാൽ മതി. വീണ പുഷ്പങ്ങളിൽ നിന്നും ഉയർന്ന നറുമണം കാറ്റിൽ അവിടെയെല്ലാം പരന്നിട്ടുണ്ട്. അപ്പം ചില സ്ഥലത്തേക്കെല്ലാം പോകുമ്പോൾ നല്ല മണലുണ്ട് എന്നാണ് പറയുന്നത്. 19 അകിലിൻ്റെ മണം കലർന്ന വെളുത്ത പുക ജനലിലൂട്ട പുറത്ത് വരികയാണ്. ചിലതിൻ്റെ ജനലിലൂട്ട പുറത്ത് പുക വരുമ്പോൾ ആ മൂടൽപ്പെട്ടതിൽ അപ്സര സ്ത്രീകൾ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ ഇടക്കൂട്ട് ആ മൂടൽ മഞ്ഞിൻ്റെ ഇടക്കൂട്ടിയല്ല അപ്സര സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചില ഗ്രഹങ്ങളുടെ ബലങ്ങൾ, നമ്മളെ സ്വാധീനിക്കാൻ കഴിവുള്ള, നമ്മുടെ മനസ്സിലെ ചിന്തകളെ സ്വാധീനിക്കാൻ കഴിവുള്ള ബലങ്ങളെയാണ് ഇവിടെ അപ്സര സ്ത്രീകളെല്ലായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. 20 പലതരം മട്ടുപ്പാവുകളിൽ നിന്നും മയിലുകളോടും മാടപ്രാവുകളോടും കൂടിയ ശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് പല മട്ടുപ്പാവുകളിൽ നിന്നും. അവിടെ മരുവുന്ന സ്ത്രീകളുടെ മധുര മൊഴികൾ കേൾക്കാമെന്നാണ് പറയുന്നത്. അവിടെ മട്ടുപ്പാവുകളിൽ നിന്ന് അകത്തു നിന്നും മയിലിൻ്റെ ശബ്ദം, പ്രാവുകളുടെ ശബ്ദം എല്ലാം അടക്കുന്നത് എന്തുകൊണ്ട്? അവിടെയുള്ള അതിൻ്റെ ഇടക്കെല്ലാം താമസിക്കുന്ന സ്ത്രീകളുടെ മധുര മൊഴികളും അതിൻ്റെ ഇടക്കുന്ന പുറത്തേക്ക് വരികയാണ്. പിന്നെ 21 മൃദംഗം, ശംഖ്, വേരി എന്നീ വിധ ശബ്ദങ്ങളെല്ലാം അവിടെ മുഴങ്ങിക്കേക്കാം. വീണ, വേണുനാദം എന്നീ വാദ്യോപകരണങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള വാദ്യോപകരണങ്ങൾ, ഗന്ധർവന്മാരുടെ പാട്ട് അവിടെ കേൾക്കാം. ഗന്ധർവന്മാരെല്ലാം ബലങ്ങളാണെന്ന് ചിന്തിച്ചോളെ.
ഇനി 22 പറയാണ്, അധർമ്മികൾ, ദുഷ്ടന്മാർ, പ്രാണിദ്രോഹികൾ, ദുർവൃത്തന്മാർ, അഹങ്കാരികൾ, ശ്രീലമ്പടന്മാർ, ഭോഗികൾ, അവർക്ക് എത്തപ്പെടാനാവാത്ത ഒരു സ്ഥലത്താണ് അത്. അതായത് ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും അവിടെ എത്താൻ പറ്റില്ല. അവിടെ എത്തണ്ടിക്ക് എന്ത് വേണം? ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് അവിടത്തേക്ക്. അല്ലാതെ നമ്മളെങ്കിലും അവിടെ എത്തുക? നമ്മൾ ഈ സൂര്യൻ്റെ പരിധി പോലും കടന്നിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ അവിടെ എത്തണ്ടെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രപഞ്ചം മുഴുവൻ എത്തുമല്ല. അപ്പം ഇങ്ങനെയുള്ള ദുഷ്ടന്മാർക്കും പ്രാണിദ്രോഹികൾക്കും ദുർവൃത്തികൾക്കും അഹങ്കാരികൾക്കും ശ്രീലമ്പടന്മാർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ആ സ്ഥലത്ത് അവരിൽ നിന്നെല്ലാം വിട്ട് അത്തരമുള്ള ആൾക്കാരുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ മാറി നിന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്നതുമായ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അതാണെന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ആ ഇന്ദ്രപുരിയിലേക്കാണ് മഹാബലി സേനയുമായിട്ട് പോയത്. അവിടെ പോയി ഇന്ന് ഭരിക്കാൻ, 3 ലോകവും ഭരിക്കാൻ. 23 ദേവന്മാരുടെ വാസസ്ഥാനമായ ഇന്ദ്രപുരിയെ മഹാബലി എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞു. അവിടെ പോയിട്ട് വളഞ്ഞു. ശുക്രാചാര്യർ കൊടുത്ത ശംഖ് അദ്ദേഹം അവിടെ വെച്ച് ഊതി വിജയകാഹളം മുഴക്കിക്കൊണ്ട്. ശുക്രാചാര്യർ കൊടുത്ത ശംഖ്. അപ്പം ഇന്ദ്രൻ്റെ പത്നിമാർ, ഇന്ദ്രന് കുറേ പത്നിമാരുണ്ട്, അവരെല്ലാം എന്ത് ചെയ്തുകൊണ്ട് അവരിൽ ഭയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഊതിയത്. ഇന്ദ്രൻ്റെ പത്നിമാരെ പേടിപ്പെടുത്തുന്ന തരത്തിലാണ് ഇദ്ദേഹം ശംഖ് ഊതിയത്. ഇനി 24 ദേവേന്ദ്രൻ മഹാബലിയുടെ ആ മികച്ച പടയൊരുക്കം കണ്ട് എല്ലാ ദേവന്മാരോടും കൂടി ബൃഹസ്പതിയോട് പറഞ്ഞു. ബൃഹസ്പതിയാണല്ലോ ഗുരു, ഇവരുടെ ഗുരു ശുക്രാചാര്യർ, മറ്റേത് ബൃഹസ്പതി. അപ്പം ബൃഹസ്പതിയോട് ഇന്ദ്രൻ ചോദിച്ചു, സർവജ്ഞനായ ഗുരു, 25 നമ്മുടെ പൂർവ്വവിരോധിയായ ബലിയുടെ പടയൊരുക്കം മികച്ചതാണ്. നമ്മളെ പൂർവ്വവിരോധി വന്നിട്ടുണ്ട്, വലിയ പടയായിരിക്കും, ഭയങ്കര പടയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനെ ചെറുത്തു നിൽക്കുവാനാകില്ല. അതിനെ ഇദ്ദേഹത്തിന് മനസ്സിലായി, അതിനെ ചെറുത്ത് നിൽക്കാനൊന്നും പറ്റൂല. ഏത് ശക്തിയാൽ ഇവൻ ബലിഷ്ഠനായി? ഇവൻ എങ്ങനെയാണ് ഇത്ര ബലവാനായത് എന്നാണ് ചോദിക്കുന്നത്. 26 ഏതു വിധേനയും ഇവനെ നേരിടുവാൻ ഒരുത്തനും കഴിയില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി മഹാബലിയെ നേരിടാൻ കഴിയില്ല. വായ കൊണ്ട് വിശ്വത്തെ കടിക്കുന്നത് പോലെ അവൻ വായ കൊണ്ട് വിശ്വം മുഴുവൻ കടിക്കുന്ന മാതിരിയാണ് നിൽക്കുന്നത്. 10 ദിക്കുകളെയും നക്കി തുടക്കുന്ന രൂപത്തിലാണ് മഹാബലി നിൽക്കുന്നത്. ദൃഷ്ടി കൊണ്ട് എല്ലാ ദിക്കുകളും ദഹിപ്പിച്ചു കളയുന്ന രൂപത്തിലാണ് അവൻ നിൽക്കുന്നത്. പ്രളയകാലത്തെ കാലാഗ്നി പോലെ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. പ്രളയകാലം നടക്കുമ്പോൾ, അവസാനം പ്രളയം നടക്കുമ്പോൾ കാലാഗ്നിയിൽ എല്ലാം വെന്തെരിയുന്ന മാതിരിയാണ് അവനിപ്പം വന്നിരിക്കുന്നത്. 27 എൻ്റെ ശത്രുവായി ഇവൻ്റെ എഴുന്നേൽപ്പിനുള്ള കാരണം പറഞ്ഞു തരണം. എങ്ങനെ ഇവനിങ്ങനെ ശക്തിമാനായി ഉയർത്തെഴുന്നേൽക്കാൻ എന്ന് പറഞ്ഞു തരണം. ഇന്ദ്രിയ മനദേഹശക്തി എങ്ങനെ ഇവനുണ്ടായി? അപ്പോൾ 28 ബൃഹസ്പതി പതിയാണ്. അതിനുള്ള കാരണം എനിക്കറിയാം. ദേവജ്ഞനായ ശുക്രാദികളാൽ ശിഷ്യനായി ഇവന് തേജസ് സംഭവിച്ചു. അവരുടെ ഗുരു ശുക്രാചാര്യനാണ്. അവർ വേദജ്ഞാനികളാണ്. എല്ലാ ശാസ്ത്രവും കരക്ക് പിടിച്ച ശുക്രാചാര്യരാണ് അവരുടെ ഗുരു. ആ ഗുരുവിൻ്റെ ശിഷ്യനാണ് ഇവന്. അതുകൊണ്ട് ഗുരുവിൽ നിന്ന് എല്ലാ തേജസ്സും ഇവന് പകർന്നു കിട്ടി. 29 പറയാണ്, സർവശക്തനായ ശ്രീഹരി ഓടിച്ച് നീ അടക്കം ഈ പ്രപഞ്ചത്തിൽ ആർക്കും അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഏതുപോലെ? കാലൻ്റെ മുന്നിൽ പ്രാണി എന്ന പോലെ. പ്രാണന്റെ മുന്നിൽ അകപ്പെട്ട പ്രാണിക്ക് പിന്നെ രക്ഷയില്ലാതെ പോലെ ഇവർക്ക് ആർക്കും തന്നെ അവൻ്റെ മുന്നിൽ നിലനിൽക്കാനാവില്ല. ശ്രീഹരിക്ക് മാത്രമേ പറ്റൂ. 30 അതിനാൽ നിങ്ങളെല്ലാവരും സ്വർഗം ഉപേക്ഷിച്ചിട്ട് പോവുക.
എത്ര കാലം വരെ? ശത്രുവിന് പ്രതികൂല കാലം വന്നെത്തുന്നവരെ ഒളിയിൽ പോയി പാർക്കും. വല്ലയിടത്തും പോയി ഒളിച്ചോ, കാരണം ഇപ്പം അവൻ്റെ കാലമാണ്. അവൻ്റെ കാലം കഴിയുമ്പോൾ അതുവരെ നിങ്ങൾ പോയിട്ട് ഒളിച്ചേ പറ്റൂ. ഒരു രക്ഷയില്ല, ആരും ഇടപെടാനും പോകുന്നില്ല. കാരണം ഓരോ സമയം കൊടുത്തിട്ടുണ്ട്. 31. ബ്രാഹ്മണരുടെ ജ്യോതിഷ് ബലത്താൽ ഇവൻ ഉത്തരോത്തരം പരാക്രമശക്തി വർദ്ധിച്ചു വരുന്നു. ഇവൻ്റെ ശക്തി, പരാക്രമശക്തി ഈ ബ്രാഹ്മണരുടെ, അതായത് ശുക്രാചാര്യരുടെ, ഭൃഗു വംശജരുടെ ആ തേജസ്, ആ ജ്ഞാനമാണ് ഇവനെ ഓരോ ദിവസവും ബലവത്താക്കിയിട്ട് കൊണ്ടുപോകുന്നത്. അവർ തിരസ്കരിക്കുന്ന കാലത്ത് മാത്രമേ ശക്തി നശിക്കുകയുള്ളൂ. അപ്പം അതുവരെ കാത്തിരിക്കുക. കാര്യം തിരിച്ചറിയുവാൻ കഴിവുള്ള ഗുരുവിനാൽ 32. അപ്പം ഗുരുവിന് ഇതെല്ലാം പറയാൻ, ഉപദേശിക്കാൻ കഴിവുണ്ട്. ആർക്ക്? ബൃഹസ്പതിക്ക്. കാര്യം തിരിച്ചറിയുവാൻ കഴിവുള്ള ഗുരുവിനാൽ ഈ ഉപദേശം ശ്രമിച്ച അവർ സ്വർഗം വിട്ട് കടന്നുപോയി. ഉടനെ തന്നെ അവന്മാരുടെ സ്ഥലം കാളിയാക്കി. 33. അങ്ങനെ ദേവന്മാർ ഒളിവിൽ പോയി ബലി ഇന്ദ്രപുരി ആസ്ഥാനമായി 3 ലോകവും കീഴടക്കി. അങ്ങനെ ബലി 3 ലോകവും കീഴടക്കി എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ലോകത്തിൻ്റെ അവസ്ഥ പറയാം. 33 ഭൃഗു ഗോത്ര ബ്രാഹ്മണന്മാര്, ഭൃഗു ഗോത്രത്തിലുള്ള ബ്രാഹ്മണന്മാരാണ് ശുക്രാചാര്യരെല്ലാം, തങ്ങളുടെ ശിഷ്യനെ ഒരു 100 അശ്വമേധ യാഗം കൊണ്ട് ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു 100 വർഷത്തോളം ഇങ്ങനെ അങ്ങ് പോയി എന്ന് സാരം. 35. അതിലൂടെ 3 ലോകങ്ങളിലും വിഖ്യാതമായ യശസ് നാനാ ദിക്കുകളെയും വ്യാപിപ്പിച്ചുകൊണ്ട് നക്ഷത്രനാഥനായ ചന്ദ്രനെ പോലെ വിളങ്ങി. നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് ചന്ദ്രൻ വിളങ്ങുന്നത് പോലെയാണ് മഹാബലി അത്രയും വർഷകാലം അവിടെ ലോകം കാണുന്നത്. അത്യുദാരനായ ബലിചക്രവർത്തി വലിയ ദാന എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിയാണ്. ഉദാരമതിയായ ബലിചക്രവർത്തിയാണ്. വിപ്ലോത്തമന്മാരാൽ ഉണ്ടാക്കപ്പെട്ട സുസമൃദ്ധമായ സാമ്രാജ്യ ലക്ഷ്മിയെ, അപ്പം ആ സാമ്രാജ്യത്തെ ലക്ഷ്മിയെ എന്നാണ് പുരുഷനും പ്രകൃതി ആദിലെ സാമ്രാജ്യ ലക്ഷ്മിയെ കൃതകൃത്യതയോടെ അനുഭവിച്ചു വരികയും ചെയ്തു. അങ്ങനെ ആ രാജ്യം നല്ല നിലയിൽ മഹാബലി അനുഭവിച്ചു വന്നു. അതായത് പിന്നെ അതിൽ നിന്ന് ലോകം മാറിയിട്ടില്ല കുറേ കാലത്തേക്ക്. എങ്ങനെ? ആറ്റത്തിൻ്റെ അകത്ത് ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോണ് വട്ടത്തിൽ ചുറ്റിക്കൊണ്ടിരുന്നു. ഭൂമിയും ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും ശുദ്ധമായ വട്ടത്തിൽ ചുറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ ലോകം എങ്ങനെ കിടക്കും? അങ്ങനെ തന്നെ കിടക്കും, ഒരു പുരോഗതി ഇല്ലാതെ കിടക്കും. ആര് ഭരണത്തിൽ? മഹാബലിയുടെ. എന്താ പ്രത്യേകത? സൂര്യനും ഗ്രഹങ്ങളും എല്ലാം ഒരൊറ്റ അകലത്തിലാണ് ചുറ്റുന്നത്. അപ്പോൾ എപ്പോഴും ഒരേപോലെയായിരിക്കും. വല്ല മനുഷ്യരും ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകുന്ന മനുഷ്യരും ഒരേപോലെ ഇരിക്കും. ശുദ്ധ സോഷ്യലിസമായിട്ട് ഇരിക്കും. ഒരു ഉച്ചനീചത്വങ്ങളുമില്ല. ഉച്ചനീചത്വം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ചുറ്റുന്നത് ഇങ്ങനെയാകുമ്പോൾ സീസൺ മാറിക്കൊണ്ടിരിക്കും. ചൂടുകാലം വരും, തണുപ്പ് കാലം വരും. കാരണം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം മാറിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പലതരം മനുഷ്യരുണ്ടാകുന്നത്. അല്ലാതെ ഒരേപോലെ ചുറ്റിയിരുന്നെങ്കിൽ മനുഷ്യരുണ്ടാവില്ല. അപ്പം മഹാബലിയുടെ നാടായിരുന്നുവെങ്കിൽ, മഹാബലിൻ്റെ ചവിട്ടി താഴ്ത്തിയില്ലായിരുന്നുവെങ്കിൽ എപ്പോഴും വട്ടത്ത് കറങ്ങുകയും ചെയ്യും. ഒരു ജീവജാലങ്ങൾ ഈ ലോകത്തുണ്ടാവുക പ്രപഞ്ചം മുരടിച്ച് കുറേ ഗോളങ്ങളായിട്ട് മാത്രം മാറുമായിരുന്നു. അത് ഒഴിവാക്കാനാണ് ഇനി വിഷ്ണു വന്നിട്ട് വേണം ഇതിനെ ചവിട്ടി, ഓർബിറ്റിനെ ചവിട്ടിയിട്ട് എലിപ്റ്റിക്കൽ ആക്കാൻ. അതിന് പാരയായി നിൽക്കുന്നത് മഹാബലി. ഇനി അടുത്തതിൽ ബാക്കി കാണാം.